അല്ല, ഇതിലിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി MLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് MDMA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ താരതമ്യം ചെയ്യാൻ അവർ ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് അദ്ദേഹം ആ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അർജുൻ ആയങ്കി എന്ന് പറയുന്നത് സ്വർണ്ണ പൊട്ടിച്ച കേസിൽ അദ്ദേഹം പ്രതിയാണ്. ലഹരി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകൾ അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ലോകത്തിലുള്ള എല്ലാ അധോലോക പ്രവർത്തനത്തിനും അദ്ദേഹം പ്രതിയാണ്. അങ്ങനെയൊരു പ്രതിക്ക് വേണ്ടി CPMൻ്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ ചെയർമാൻ, തലശ്ശേരിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50-ാം വാർഡിൽ മത്സരിച്ച MK ഹസൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് ആയങ്കിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. അപ്പോൾ DYFIക്ക് നേരിട്ട് ബന്ധമുള്ള നേതാക്കന്മാരാണ് അർജുൻ ആയങ്കിയെ സഹായിക്കുവാനും അദ്ദേഹത്തിന് ഒളിവിൽ പോകാനുള്ളൊക്കെ സൗകര്യമൊരുക്കിയെന്നുള്ളതിൽ യാതൊരു തെളിവിൻ്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന DYFIക്ക് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ളത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത്. ഈ CPM നേതൃത്വത്തിൻ്റെയൊക്കെ അറിവോടുകൂടിയാണോ ഇത്തരത്തിൽ ആയങ്കിയെ വീണ്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ടോ? 100%. കാരണം ഇങ്ങനെയുള്ള ഈ പറയുന്ന CPMൻ്റെ ഏറ്റവും അടുത്ത നേതാക്കന്മാരുമായി ബന്ധമുള്ള ആളാണ് MK ഹസൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാണ്. അതേപോലെ തന്നെ മുൻ സ്പീക്കറുമായി നല്ല ബന്ധമുള്ള DYFIയുടെയും CPM നേതാവാണ് ഈ MK ഹസൻ. അപ്പോൾ അദ്ദേഹമാണ് ആയങ്കിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. നമ്മളൊക്കെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി ജാമ്യമെടുക്കാൻ വരുന്നതും സ്റ്റേഷനിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഭാഗത്ത് തള്ളിപ്പറയുകയും മറുഭാഗത്ത് ആയങ്കിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും CPM ചെയ്തു കൊടുക്കുന്നതിന് ഇതിൽ വലിയ തെളിവ് വേറെ ആവശ്യമില്ലല്ലോ. EP ജയരാജനടക്കമുള്ള ആളുകൾ ആയങ്കി അല്ല CPM എന്ന തരത്തിലാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതായത് ആയങ്കിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന തരത്തിലാണ് നിലപാട് സ്വീകരിച്ചത്. ഇത് TP ചന്ദ്രശേഖരൻ കേസിലും ഇതിങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ആദ്യം തള്ളിപ്പറയും, പിന്നീട് വക്കീലന്മാരെ കൊണ്ടുവരുന്നതും. അതറിയാം, നമുക്കറിയാം ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് CBI അന്വേഷണത്തിനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അന്വേഷണം അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിലേക്കും അതേപോലെ തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ വലിയ വക്കീലന്മാരും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചിട്ടാണല്ലോ ഈ കേസ് തേച്ച് മായ്ച്ച് കളയാൻ TP ചന്ദ്രശേഖരൻ കേസ് അവർ ശ്രമിച്ചത്. അതേ നിലപാട് തന്നെയാണ് എവിടെയും സ്വീകരിക്കുന്നത്. ഒരു ഭാഗത്ത് ചില നേതാക്കന്മാർ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് ആയങ്കിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും CPMുമായി ബന്ധമുള്ള അവരുടെ പാർട്ടിയിൽ അംഗത്വമുള്ള ആൾ തന്നെ അവരുടെ ജാമ്യത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. CPM ഈ പറയുന്ന ക്രിമിനലുകളൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ്. ഒരു ഭാഗത്ത് തള്ളിപ്പറയുക, മറുഭാഗത്ത് അതിന് വേണ്ടിയിട്ടുള്ള അവരെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുക. അത് നേരത്തെയൊക്കെ പല ആരോപണങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആയങ്കിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ CPMുമായിട്ട് ബന്ധപ്പെട്ടു. നേരത്തെ DYFIയുടെ പ്രവർത്തകനായിരുന്നു ആയങ്കി. ആ സമയത്തൊക്കെ ഉള്ള എന്തെങ്കിലും ഇടപെടലുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരും എന്ന് കരുതിയിട്ടാണോ ഇപ്പോഴും നിയമസംരക്ഷണം അടക്കം നിയമസഹായം അടക്കം ആയങ്കിക്ക് നൽകുന്നത്? 100% അത് തന്നെയാണ്. അതായത് അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന കൊടിസുനി ആയാലും ഈ ഷാഫി ആയാലും അദ്ദേഹത്തിന് അണ്ണൻ സിജിത്ത് ആയാലൊക്കെ ഇവരൊക്കെ ഇപ്പം നമുക്കറിയാം, പിന്നെ കൃപേഷിന് ശരത്ലാലിനും കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ആയങ്കിക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഇവർ തമ്മിലൊക്കെ വലിയൊരു കണക്ഷനുണ്ട്. ആ കണക്ഷന് സ്വാഭാവികമായും CPMനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPMന് ഇവരെയൊക്കെ സഹായിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് വലിയ രീതിയിൽ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഞങ്ങളുടെ പാർട്ടിക്കാരല്ല, ഞങ്ങൾ ആയങ്കി എന്ന് പറഞ്ഞാൽ CPM ആണോ ആയങ്കി എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള വലിയ സംസാരങ്ങൾ സംസാരിക്കുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. CPM എല്ലാവിധ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കേസിലും CPM എടുക്കുന്ന സ്ഥിരം നിലപാട് തന്നെയാണ് ഈ കേസിൽ എടുത്തിരിക്കുന്നത്. ആദ്യം തള്ളിപ്പറയുക, പിന്നീട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സംശയം വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞാൽ CPM നേതാക്കന്മാർ പരസ്യമായിട്ട് തന്നെ ഈ ആയങ്കിക്ക് വേണ്ടി വരുന്നത് അതിവിദൂരമല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയങ്കിക്ക് സംരക്ഷണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ നിയമ നടപടിയോ യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കും? അല്ല, സ്വാഭാവികമായും പോലീസ് വളരെ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു പരാതി കൊടുക്കേണ്ട ആവശ്യം നിലവിലില്ല. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാപ്പ ഉൾപ്പെടെയുള്ള
വകുപ്പുകൾ ചേർത്തുകൊണ്ട് അവരെ എന്നേക്കുമായി ജയിലിലിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു അവരുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പുനരന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗവൺമെൻറ് ചെയ്യുന്നത് കൊണ്ട്, അതുമാത്രമല്ല ഈ ആയങ്കി അറസ്റ്റ് ചെയ്ത ദിവസം 560ഓളം ഗുണ്ടകളെയാണ് സംസ്ഥാനത്തുടനീളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ 100% വിശ്വാസമുണ്ട്. അത് അവർ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികളെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെയൊക്കെ അടിച്ചമർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. അല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ആ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും.